അത്രയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് വരുമ്പോൾ എടുക്കണം. നമുക്ക് ഒരു 3 ജോഡി ഡ്രസ്സ് മാത്രമേ എടുക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ ഇല്ല. പിന്നെ സൈറ്റ് തുടങ്ങി നമ്മൾ സൈറ്റ് ഇന്ന് ദുബൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ പണി തുടങ്ങും. 1 by 1 ആയിട്ട് ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മുടെ വാടക, ഫുഡ് എല്ലാം നഷ്ടമാകും. ഫുഡ് നമുക്കവിടെ ബസ് റെഡിയാക്കാനുള്ള ഏർപ്പാടിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് അറേഞ്ച്മെന്റ്സ് സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഈ ദുബൈയിലെ ഷൂട്ടിങ്ങുകളെല്ലാം സെറ്റ് ഇട്ട് തരുന്നത് വേറൊരു കമ്പനി ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇന്നത്തെ സെറ്റ് അവരത് പൊളിച്ചു കൊണ്ടുവന്ന് അപ്പുറത്തോട് സെറ്റ് ചെയ്തു. നമുക്കിത് പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സെന്റർ ചെയ്യും ആ മോഡൽ അതിന്റെ ലൈസൻസ് നമ്മൾ എടുക്കുന്നു. പിന്നീട് നമ്മൾ ഈ സെൻട്രൽ ജയിലിന്റെ ഫോട്ടോ വെച്ച് കാണിച്ചിട്ട് അതിലേക്ക് ഇത് ചെയ്യുന്നു. പിന്നെ 4-5 പോലീസുകാരെ കാണിക്കുന്നു. അത്രേ ഉള്ളൂ. അത് ഇതിനകത്ത് അഭിനയിക്കില്ല. നമ്മളിപ്പോ ഈ പരസ്യരാജൊക്കെ അഭിനയിച്ചപ്പോ നമ്മൾ ആ ഇംഗ്ലീഷുകാർ കണ്ടില്ല. ഇവരൊക്കെ എവിടുന്ന് അതെല്ലാം വെറുവാ. അഭിനയിച്ചതാ ഞാൻ ആദ്യം അതൊന്നും ഇതുമായിട്ട് ഇയാളെ ബന്ധമില്ല. നമ്മള് പിന്നെ മറ്റു ഇതുപോലെ വലിയ 500 കോടി കൊടുക്കുന്നൊക്കെ അവർ വന്ന് അഭിനയിക്കും. മറ്റേ ചാനലെല്ലാം അവരുടെ പ്രൊഫഷനോട് കൂടി ഇത് എടുത്തിരുന്ന എഡിറ്റിംഗാ പുലിമുരുകന്റെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇനി കിട്ടിയ ചാൻസ് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. ബോഡി ലാംഗ്വേജ്. ഒരു അണ്ടർ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എംബസിയുടെ A ഗ്രേഡ് പിന്നെ ഓഫീസർ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണാലിറ്റി ഓക്കെ. അവിടെ പേഴ്സണാലിറ്റിക്ക് അല്ല സാധനം, പെർഫോമൻസ്. നിങ്ങൾ വണ്ടിയിൽ കയറുന്നു, അവിടെ നടക്കുന്നു, ജയിലിൽ പോകുന്നു, അവനെ കാണുന്നു, അവന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുന്നു, അവന് വേണ്ട ആവശ്യങ്ങളും ഭക്ഷണങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വീണ്ടും നിങ്ങൾ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നു. നിങ്ങൾ പിന്നെ പിന്നെ ആള് സെറ്റ് ചെയ്തിട്ടില്ലേ, അത് ഒറ്റ ദിവസം അല്ല ഷൂട്ടിങ്. ഇന്നൊരു ടേക്ക് എടുത്ത് 2 നാൾ പിന്നെ 3 മണിക്ക് ഇറങ്ങാം. അല്ലാണ്ട് നമ്മളിത് എഡിറ്റ് ചെയ്ത സമയത്തല്ലേ തോന്നിച്ചു വരുന്നത്. എന്നിട്ട് രാവിലെ പോയാൽ നമ്മളിപ്പോ അയാളെ കാണുന്നു, അയാളെ കണ്ടിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, വീട്ടിലെ അഡ്രസ്, പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം പഠിക്കുന്നു, വരും. ആ മോഹൻലാൽ പറഞ്ഞ പോലെ ആ 1 സെക്കൻഡില് ആ ഓഫീസറുടെ നിലയിലേക്ക് മാനസികാവസ്ഥ മാറണം. അതെല്ലാം എടുത്ത് റെഡിയാണ്. ഞാനിത് പറഞ്ഞ ഞാൻ അഭിനയിച്ച് തെളിഞ്ഞൊന്നുമില്ല. പക്ഷെ എങ്കിലും എനിക്ക് ഇത് കണ്ട് എനിക്ക് ശീലമായി. കാരണം ഞാൻ ഈ സീരിയലിന്റെ പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിൽ വെച്ചത്. അപ്പൊ PR ഉടമസ്ഥൻ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ നാച്ചുറലായിട്ട് അതിലേക്ക് അരിഞ്ഞു ചേരണം. എന്റെ പരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം അവിടെ താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ തരാം. എന്നാലും നമ്മളിങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളവിടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. 20 ആണെങ്കിൽ 10 പറഞ്ഞിട്ട് ഒന്നിച്ച് പോരാം. ഗ്രൂപ്പല്ലേ, പഠിക്കാനില്ല. ഇപ്പൊ സാധാരണ നമ്മളൊരു പിന്നെ ചലച്ചിത്രഗാനത്തിന്റെ പരിപാടി അല്ലെങ്കിൽ ഒരു മ്യൂസിക് പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ഒന്നിച്ചൊരു 10, 20, 30 ഗ്രൂപ്പായിട്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാനുള്ളത്. അത്യാവശ്യം പേഴ്സണാലിറ്റി ഒക്കെ ഒന്നും പിന്നെ മനസ്സിൽ ഈശ്വരനെ വിചാരിച്ച് നടന്ന കൂട്ടത്തിനായിട്ട് ഇരിക്കാം. ഇത് ബോഡി ലാംഗ്വേജിന് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനല്ലാണ്ട് മറ്റ് ഇപ്പൊ ഒരു പോലീസുകാരന്റെ റോളില്ല. സൗദി പോലീസുകാരന്റെ റോളായിട്ട് ഇതിന് തരില്ലല്ലോ. നമുക്ക് പോലീസ് ഇല്ലല്ലോ ഇവിടെ. പിന്നെ ഇവിടെ പോലീസിന്റെ ആവശ്യമില്ല. ഇവിടെ പോലീസിന്റെ ഒരു റോള് മാത്രമുണ്ട്, ഒരു വന്നു പോകുന്നത്. കാരണം അവിടുന്ന് ഇയാളെ ശിക്ഷിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ആ മെസ്സേജുമായിട്ട് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നത് അത്ര മാത്രമേ, വേറൊന്നുമില്ല. പിന്നീട് ഇവർക്ക് വേണ്ട ബ്ലഡ് മണി എന്ന് പറയുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതും അവരുമായിട്ട് ആ കുടുംബവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ബ്ലഡ് മണി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ ചുമതലപ്പെടുത്തി ഈ പെണ്ണ് ആ പൈസയ്ക്ക് വേണ്ടി ഓടുകയും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പാർട്ടി അത് അപ്പൊ പണം അറേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അയാൾ ഈ സ്പോൺസറായിട്ട് ഈ പണം കൊടുക്കണം. എന്നാലും ഇവർ വിചാരിക്കുന്നുണ്ടാണ് ഇവന്റെ ശവം അടക്കാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് നിൽക്കുകയാണ്. നിങ്ങളും ആ സമയത്താണ് നിങ്ങളുടെ കോള് വരുന്നത്. പാർട്ടി റിലീസാണ്. അന്നേരമാണ് ഇവർ അറിയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ ആണ്. കാരണം നിങ്ങളെ ദൈവത്തെ പോലെ കാണുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ നാട്ടിൽ വരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് സ്വീകരണം തരുന്ന കൂടി ശുഭം ക്ലൈമാക്സ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ അറിയാം. ബാക്കിയുള്ളത് പിന്നെ സ്ക്രിപ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്യാം. കാരണം ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ടും നമ്മൾ ആദ്യം പിടിക്കുന്ന ഒരു ഫിലിം ആയതുകൊണ്ടും നമ്മൾ ഇത് വിജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഡയറക്ടർ കാണാതെ സെലക്ട് ചെയ്തുകൊണ്ട് വന്ന ആളാണ്. മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങളിലുള്ള കോൺഫിഡൻസും സാറിലുള്ള കോൺഫിഡൻസും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ. അപ്പൊ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയാൽ എനിക്ക് നല്ലതാണ്. അത് നിങ്ങൾക്ക് പിന്നെ ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും ഉള്ളതാണല്ല. കാരണം ക്യാമറ അവിടെ നിൽക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത്
ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതല്ല വളരെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് അവിടെ ഒരു ക്യാമറയും ലൈറ്റും വന്നിരിക്കുകയാണ്, നമ്മൾ സംസാരിക്കുന്നതാണെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുണ്ടാവാത്ത അവിടെ ആരും ഇല്ല, അതറിയാം. അതാണ് ആ ഒരു മൈൻഡ് ചെയ്യുമ്പോഴല്ലോ ഞാൻ നിങ്ങൾ സ്വയമായിട്ട് ഒരു ഓഫീസർ ആവുക, അത്രയും എനിക്ക് പറയാം. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ഇനി നമുക്ക് ചർച്ച ചെയ്യാം, ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ദേവന്റെ കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മൾ തീരുമാനിച്ച ഫൈന്. ഇനി ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ നമ്മൾ ഈ 30 രൂപയുടെ കൂടുതൽ 20 രൂപയും കൂടെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു ഷെയറിന്റെ ഏർപ്പാടാക്കി കൊടുക്കും. അത് പറഞ്ഞു, അത് കിട്ടി, അതുണ്ടല്ലോ അവിടെ വേണ്ട. ഈ ഡേവിഡ് സാറാണ് ഈ പടം പിടിക്കുന്നത്, അതായത് ലണ്ടൻ സെറ്റിൽഡ് മലയാളി. അയാളുടെ മകളുടെ എൻഗേജ്മെന്റ് ആണ് ദുബൈ. അത് നിങ്ങൾ നേരെ പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും സംഘടിപ്പിച്ച് കോൺടാക്ട് ചെയ്തത്. നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ 20 പറഞ്ഞില്ലെങ്കിൽ അതിപ്പം വേണ്ട, ഞാൻ പറയാം. അല്ല ഇതൊക്കെ അങ്ങനെ എനിക്ക് ഇത് പെട്ടെന്ന് എടുത്ത ഡിസിഷൻ അല്ല. ഇത് നമ്മൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെട്ടോട്ട് ഓടിയും പറയും. അപ്പൊ എല്ലാം ഇപ്പൊ ഇയാളോട് ഞങ്ങൾ പറഞ്ഞു, ഈ ദുബൈയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആളുകളാണ്, തിരിച്ചു പോകുമ്പോൾ അവർക്കൊന്നുമില്ല. അപ്പം വലിയൊരു എമൗണ്ട് അവർക്ക് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളോട് ഒരു എമൗണ്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഫസ്റ്റാണ്. അപ്പൊ അവരൊക്കെ വന്ന സമയത്ത് ഇയാൾ ഒരിക്കലും നിരാശരായിട്ട് പോകുന്നത്. മാത്രമല്ല ഈ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ സാമ്പത്തികപരമായിട്ട് ഇപ്പോഴാണ് ജോലി കിട്ടിയിട്ട് സർജൻസി ഒക്കെ കഴിഞ്ഞ് പിന്നെ ആദിവാസി മേഖലയിൽ വന്ന കുട്ടിയാണ്. അപ്പൊ അവരുടെ ആവശ്യമുണ്ട്. അവരതിനകത്തൊരു റിലേഷനുള്ള കുട്ടിയായിട്ടാണ് വരുന്നത്. കഥയിൽ അതൊക്കെ അവർ പറഞ്ഞു തരും, കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുന്നില്ല. അപ്പം ഈ പിന്നെ അറേഞ്ച് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിന് തീരുമാനം എടുത്തില്ല. ആദ്യം എടുത്തിട്ട് നമ്മൾ 20 ദിവസം ഒരു ഷെയർ മാത്രമേ പറയുള്ളൂ. പക്ഷെ എന്റെ കാര്യം വന്നത് ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ്. ഇവർക്ക് ദുബൈയിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ മണി 20,000, അതായത് 19,500 രൂപ, അതിന്റെ 1000 ദീർഘത്തിന്റെ ഒരു രൂപപ്പെടുത്തും. അവിടെ ഇവർക്ക് ലുലു മാളിന്നോ അല്ലെങ്കിൽ ദുബായ് കൂടി ഇഷ്ടമുള്ള ഇവർക്ക് പർച്ചേസ് ചെയ്യാം. അത് ഫ്രീ ആണ്. അത് ആരുടെ വക? അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇയാളുടെ